ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് രാധമ്മ. ഞാൻ ആലപ്പുഴ ജില്ല ഹരിപ്പാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജൂലൈ 8-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തതും ഇവിടെ ഈ മണ്ണിൽ ചവിട്ടുന്നതും എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മകൻ ഒരു മദ്യപാനിയായിരുന്നു, കുടുംബത്തെ മറന്നുള്ള ഒരു മദ്യപാനിയായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൻ അവൻ വെളിയിലാണ്, ഡ്രൈവറാണ്. അവിടെ പോകുവാനും അവൻ്റെ മനസ്സ് തോന്നി അവൻ പോകുവാനും അവൻ അവിടെ സുഖമായിട്ട് നിന്ന് ജോലി ചെയ്യാനുമുള്ള അനുഗ്രഹം നൽകി അവനെ ഇപ്പോൾ അവൻ്റെ കുടുംബത്തെ നോക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. സന്തോഷത്തോടെ അവൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തതും 9 ചൊവ്വാഴ്ച ഞാനിവിടെ വന്നിരുന്ന് ഉപവാസത്തോടു കൂടി ഞാൻ ഇവിടെ 9 ചൊവ്വാഴ്ച അടുപ്പിച്ച് ഞാനിവിടെ വന്നിരുന്ന് ഉപവാസം എടുക്കുക. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 9-ാമത്തെ ആഴ്ചയിൽ 9-ാമത്തെ ചൊവ്വാഴ്ചയിൽ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം വർഷങ്ങളായിട്ടുണ്ട്. എനിക്ക് ഞാൻ ഗുളിക കഴിക്കുന്നതാണ്. 1-2 ദിവസം ഗുളിക കഴിച്ചില്ലെങ്കിൽ എൻ്റെ തൊണ്ടയ്ക്ക് ഉരുളിച്ചയുണ്ടാകും. അതുപോലെ തന്നെ ആഹാരം കഴിച്ചാൽ എനിക്ക് ഇറങ്ങത്തില്ല, വെള്ളം കുടിച്ചാൽ ഇറങ്ങത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം എൻ്റെ സൗണ്ട് പോകുമായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിക്കുമ്പോഴാണേലും എൻ്റെ നെഞ്ച് മൊത്തം ഇങ്ങനെ നിരന്നിറങ്ങുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനങ്ങനെ ഞാൻ ഇത് നിയോഗത്തിൽ വെച്ചതല്ല. ഞാൻ 9-ാമത്തെ ചൊവ്വാഴ്ച ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ചുമയെ തൊണ്ട കുത്തി അങ്ങ് ചുമച്ച് വെച്ച് ഞാൻ അന്നേരം മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതെന്താ എനിക്ക് പതിവില്ലാത്ത ഒരു ചുമ. അപ്പം ഇങ്ങനെ ചുമച്ച് എല്ലാവരും എന്നെ അങ്ങ് ശ്രദ്ധിക്കുവാണ്. മുന്നിലിരിക്കുന്നവരെല്ലാം തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം എൻ്റെ വായിൽ നിന്ന് എന്തോ ഒന്ന് മുന്നോട്ട് പോയി എന്നുള്ളതാണ് എനിക്കറിയാം. അതെന്തവാ അല്ലേ, ഇതെനിക്ക് അനുഗ്രഹം കിട്ടിയതാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇവരുടെ ഇങ്ങനെ മുട്ടയിൽ ഇങ്ങനെ നിന്ന് മുന്നിൽ നിൽക്കുന്നവർ ഇങ്ങനെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവരുടെ കാലയിലാണ് മുട്ടിയത്. അപ്പോൾ ഇവരെന്നെ തിരിഞ്ഞു നോക്കി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുമയും മാറി. അങ്ങനെ ആയി. ഞാൻ ആദ്യം പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല, തൈറോയിഡിന് ഞാൻ മരുന്ന് കഴിച്ചില്ല. എനിക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഉണ്ട്. ഞാൻ അന്നേരം വിചാരിച്ചു, അന്ന് എനിക്ക് ചുമയുണ്ടായത് ഇത് ഇങ്ങനെയാണോ, എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ അമ്മയുടെ വിശ്വസിച്ചത് കൊണ്ട് എൻ്റെ ആ രോഗം മാറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വരെ അത് കഴിഞ്ഞ് ഇപ്പോൾ 8 മാസമായി ഞാൻ മരുന്ന് കഴിക്കാതായിട്ട്. എനിക്ക് ആഹാരം ഇറങ്ങുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ പിന്നെ ഇങ്ങനെ തൊണ്ടയ്ക്ക് ഉരുളിച്ചോ എനിക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ഞാനിവിടെ ഇരുന്ന് അച്ഛൻ്റെ ആരാധന കൂടിക്കൊണ്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ആരാധന കൂടിക്കൊണ്ടിരുന്ന അവസരത്തിൽ അച്ഛനും പറഞ്ഞ് ഒരാളെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. അത് മുഴയാണോ നീരാണോ എല്ല് വളരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഈ കൈക്ക് വേദന വന്നിട്ട് ഈ കുഴ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന പോലെ ആയിരുന്നു. ഞാൻ വീട്ടിലെല്ലാവരെയും കാണിക്കും, ഇത് വല്ല മുഴയോ ക്യാൻസറോ വല്ലതുമാണ്. അപ്പോൾ അവരൊക്കെ എന്നെ വഴക്ക് പറയും, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അത് എന്താണെന്ന് അറിയത്തില്ല. അതിപ്പോൾ ഈശോ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പം അതും എനിക്കറിയത്തില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കുളിച്ചോണ്ടിരുന്നപ്പം പിന്നെ ഇത് എൻ്റെ ഇതെന്ത് ഇത് പിന്നെ സാധാരണ പോലെ 2 വശത്തെയും തോള് ഞാൻ തപ്പി നോക്കിയപ്പം 2 ഒരുപോലെ ഇരിക്കുന്നു. അച്ഛൻ 2 ദിവസത്തേക്ക് മുമ്പേ പറഞ്ഞത് എൻ്റെ കാര്യമായിരുന്നു. ഈ പാപിയായ എൻ്റെ കാര്യമാണോ അച്ഛൻ പറഞ്ഞത്? ഞാൻ അവിടെ കുളിമുറിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന്. ആദ്യത്തെ 3 മാസം എനിക്കൊരു അനുഗ്രഹവും കിട്ടിയില്ല. 2ാമത് ഞാൻ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ്, അമ്മേ എൻ്റെ ഉടമ്പടി അമ്മ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കൊരു അടയാളം കിട്ടണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെഴുകുതിരി പിടിക്കാനുള്ള ഭാഗ്യം എനിക്ക് അമ്മ മാതാവ് ഈശോയും എനിക്ക് തന്നനുഗ്രഹിച്ചു. രണ്ടാമത് പുതുക്കാൻ വന്നപ്പോഴും വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ അന്നേരം എനിക്ക് ചന്ദനത്തിരി പിടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. 3ാമത് കഴിഞ്ഞ മാസം ആദ്യം ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല. കാരണം അത് പരീക്ഷണങ്ങളായി പോകുമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ ഞാനത് പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ കൂടെ ഒരു സഹോദരി ഇരുന്നു. അമ്മ എങ്ങനെയൊക്കെയാണ് അതൊരു ഹിന്ദുവായിരുന്നു. അമ്മ എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്, വല്ല അനുഗ്രഹം കിട്ടിയോ? ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ആ മകളോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്കും കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു. ഇപ്പം അമ്മ എന്തുവാ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ ഈ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല, അമ്മയെ പരീക്ഷിക്കുവാണെന്ന് അമ്മ വിചാരിക്കും. ഞാൻ ഈ പ്രാവശ്യം ഞാനൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകൾ എൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ആ മകൾക്ക് മാതാവിനെ കൊണ്ടുവരാനുള്ള അനുഗ്രഹം കിട്ടിയെന്ന് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ വീണ്ടും കാണുകയും ആ മകൾ എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെ എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അങ്ങനെ ഞാൻ വീട്ടു ജോലിക്കാണ് പോകുന്നത്. ആ ഒരു വീട്ടിൽ ജോലിക്ക് പോയ സമയത്ത് അവർക്ക് വെരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ആ വെരിക്കോസിൻ്റെ അസുഖം ഇവർ രാത്രി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കാല് പൊക്കി പിടിച്ചുകൊണ്ട്
കരച്ചിലാണ്, തൂത്ത് കരച്ചിലാകുമ്പോൾ ഞാൻ അന്നേരം ചോദിക്കും, എന്താ ചേച്ചി? അന്നേരം പറഞ്ഞ്, എൻ്റെ രാധമ്മേ എനിക്ക് വയ്യ, എൻ്റെ കാലിന് വേദനയാണ്. അങ്ങനെ ഞാൻ ഇവരുടെ കാലിങ്ങനെ നോക്കി. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ കയറുന്നതിന് മുമ്പേ ഞാൻ ചേച്ചിയുടെ കാലൊന്ന് കാണിക്കാൻ പറഞ്ഞു. അവർ കാണിച്ചപ്പോഴത്തേക്ക് രണ്ട് കാലയിലും അങ്ങ് മുരിങ്ങയ്ക്കായുടെ വണ്ണത്തിലുള്ള ഞരമ്പ് കറുത്തിങ്ങനെ ഇരിക്കുക. ഞാൻ ചെന്ന് അമ്മയുടെ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് തൈലവും തൂത്ത് പ്രാർത്ഥിച്ച് ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴിച്ചു. 3 ദിവസം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണ കാല് പോലെ അവരുടെ കാല് സുഖപ്പെട്ടു. അതുപോലെ തന്നെ ഞാനൊരു ഫംഗ്ഷന് പോയപ്പോൾ ഒരു മകളുണ്ടായിരുന്നു. അതിന് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. പറയാൻ കാര്യം, ഇങ്ങനെ കൃപാസനത്തിലെ കാര്യം ഓരോരുത്തരിരുന്ന് ഓരോരുത്തരുടെ വയ്യാഴികൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോകും, നിങ്ങൾക്ക് സുഖം പ്രാപിക്കും, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് ഞങ്ങൾ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തികം വെക്കുമ്പോൾ സാഹചര്യം ഒക്കത്തില്ല. അങ്ങനെ അന്നേരം പറഞ്ഞ്, അമ്മ വിളിക്കുമ്പോഴേ അവിടെ പോകാൻ പറ്റത്തുള്ളൂ, ആ സമയത്ത് പോകണം. അന്നേരം ഈ കൊച്ചെന്നോട് പറഞ്ഞു, അമ്മേ എന്നെ ഒന്ന് തൊട്ട് പ്രാർത്ഥിരി, എനിക്ക് 5 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ മോളെ കൊണ്ട് വീട്ടിൽ നിന്ന് തൈലം എടുപ്പിച്ച് ആ തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 30ാമത്തെ ദിവസം അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ ഈ കൊച്ചിന് വയ്യാതെ വന്ന് പോയി ടെസ്റ്റ് ചെയ്തു. അത് ഗർഭിണിയാണെന്നറിഞ്ഞു. ഉടനെ തന്നെ ഞങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞു. വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് അതൊരു ഗിഫ്റ്റായിട്ട് അതിന് കൊടുത്തതിൽ എന്നെ വിളിച്ച് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് 8ാം മാസം ആയപ്പോഴത്തേക്ക് ഈ കൊച്ചിന് പ്രഷർ കൂടി, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം ഇതെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെയല്ല വിളിക്കുന്നത്, എൻ്റെ ചേച്ചിയുടെ മോളെയാണ് വിളിക്കുന്നത്. മോളെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെ ആ അമ്മയെ വിളിച്ചൊന്ന് പറയണേ, പിന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ഇപ്പോൾ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിക്ക് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് ഓപ്പറേഷൻ ചെയ്തില്ല. പിന്നെ 1.5 മാസം കഴിഞ്ഞ് വീണ്ടും പ്രഷർ കൂടി സിസേറിയൻ ചെയ്ത് കുഞ്ഞിന് വളർച്ചക്കുറവല്ല, നിറം മാറ്റം ഏതോ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് ICUവിലാക്കി. അങ്ങനെ ആ കുഞ്ഞിന് മുലപ്പാൽ പിഴിഞ്ഞ് ICU കൊണ്ട് കൊടുക്കും. അന്നേരം എന്നെ ഈ മോള് തന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കണേ, എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കിടത്തണമെന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ആറ്റുനോറ്റിരുന്ന് 5 വർഷമായി ഉണ്ടായ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ആ അമ്മയുടെ ചൂട് പിടിച്ച് പാല് കുടിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. അതുപോലെ തന്നെ ഒരാഴ്ചത്തേക്ക് കുഞ്ഞ് ICU കിടത്തണമെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്മയും കുഞ്ഞിനെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ്, ഞങ്ങൾ ഓണത്തിന് വരും അമ്മയെ കാണാൻ. ഞാൻ പറഞ്ഞു, എന്നെ കാണാൻ നിങ്ങൾ വരണ്ട, കൃപാസന മാതാവിനെ ഈശോയെയും പോയി കണ്ടാൽ മതി, അല്ലാതെ എന്നെ കാണാൻ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലേ ഈ അമ്മയുടെ എൻ്റെ ജോലിയുടെ കാര്യം. ആ ഭവനത്തിൽ തന്നെ അവരുടെ അച്ഛൻ മരിച്ചിട്ട് 16 വർഷമായി അവർ 8 മക്കളാണ്. അതിൽ 7 പേരും ഒന്നിച്ച് നിന്ന്, ഒരാൾ വേർപെട്ട് നിന്ന്. അവർക്ക് ഏതോ കേസിൻ്റെ കേസ് മഴക്കുമായി. പിന്നെ ഏക്കർ കണക്കിന് വസ്തുക്കളും വകയൊക്കെ ഉള്ളവരാ. 2-3 സെൻറ്റിൻ്റെ തർക്കത്തിന് വേണ്ടിയിട്ട് അവരിതുപോലെ തർക്കമായി 16 വർഷം കൊണ്ട് കേസിൽ ഇങ്ങനെ കിടന്ന്. അപ്പം ഞാനിതുപോലെ എന്നെ ഇവിടെ വന്നതാണ്. ഞാൻ പള്ളിയിൽ പോകാൻ നേരത്ത് അവരെന്നോട് പറഞ്ഞ്, രാധമ്മ വീട്ടിലോട്ട് പോയിക്കോ, ഞാൻ 3-4 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ, അവിടെ അളവും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പി ഇവിടെ വന്നിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്. അപ്പം എന്നോട് പറഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞ്. അവിടുന്ന് 2 മണിയായപ്പോൾ ഞാൻ അതുവരെ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചില്ല, അവിടെ പോയി ഇരുന്നിട്ട് വെറുതെ ഞാൻ ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി എന്തോ ആയി, അളവുകാർ വന്നോ, എന്തോ ആയി, ചേച്ചിയുടെ അനിയത്തിയായി എതിരായിട്ട് നിൽക്കുന്നത്, ചേച്ചിയുടെ അനിയത്തി വന്നോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, വലിയ അതിശയമായിരിക്കുന്നു, അവിടുത്തെ പിന്നെ ജഡ്ജി വരെ അവിടുത്തെ തീരുമാനം ആക്കിയത്. അളവെല്ലാം കഴിഞ്ഞ് 3 മണിക്കൂർ കൊണ്ട്, 4 ദിവസം പറഞ്ഞേച്ച് പോയ ആ കാര്യം 3 മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയായി. പിന്നെ രാധമ്മ പള്ളിയിൽ നിന്ന് പോയോ? ഞാൻ പറഞ്ഞില്ല, ഞാനല്ല, പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടോട്ട് വന്നിരുന്ന് ചേച്ചിയെ വെറുതെ വിളിച്ചതാന്ന് പറഞ്ഞ്. ഒന്നുകൂടെ പോയിരുന്നൊന്ന് പ്രാർത്ഥിക്കണേ. രാധമ്മ എന്നിട്ട് വീട്ടിൽ പോകണ്ട, നമ്മുടെ വീട്ടിലോട്ട് വാ, ഇനിയിപ്പം ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും റെഡിയായി എന്ന് ആ ചേച്ചി വിളിച്ച് പറഞ്ഞു. അങ്ങനെ അതും റെഡിയാക്കി. അങ്ങനെ ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ ജന്മം മൊത്തം, എൻ്റെ മരണം വരെ അമ്മയിലും ഈശോയെയും വിശ്വസിച്ച് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നല്ല വിശ്വാസിയായിട്ട് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി, സ്തുതിയും സ്തോത്രവും. അതുപോലെ തന്നെ ഞാൻ എല്ലാ മാസവും കാരുണ്യ പ്രവർത്തനം ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാറില്ല. ഈ പോകുന്ന പോക്കിൽ തന്നെ ബസ്സിനകത്തിരുന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആ പാത്രങ്ങളെല്ലാം ഞാൻ എല്ലാ മാസവും ഞാനിവിടെ വരും. ഉടമ്പടി എടുത്ത് ഇന്ന് വരെ ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് എത്ര ബൈബിൾ വായിച്ചാലും എനിക്ക് മതിയാകത്തില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് എനിക്ക് കിട്ടിയ വചനം,
ജന്മനാ കണ്ണ് കാഴ്ചയില്ലാത്ത ഒരാളിന് ഈശോ കാഴ്ച നൽകുന്നതാണ്. ഈശോ തുപ്പിയിട്ട് ചെളി ഉണ്ടാക്കി ആ ചെളി കണ്ണിൽ പുരട്ടി ആ ആളിനോട് പറയും പോയി കഴുകിയിട്ട് വാ. കഴുകി വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വെളിച്ചമേകുന്നതാണ് ഇന്ന് എനിക്ക് കിട്ടിയ വചനം. ഞാൻ വായിക്കുമെങ്കിലും അന്നേരം പോയി എന്നുള്ളത് എനിക്ക് മനസ്സിൽ അങ്ങനെ നിൽക്കാറില്ല. എങ്കിലും ഇന്ന് എനിക്ക് കിട്ടിയ വചനമാണിത്. അതുപോലെ ഞാൻ ഒറ്റ ദിവസം പോലും ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷമോ ഒരു മാസമോ ഒരു ദിവസമോ ആയി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ ഞാൻ ഒറ്റ മാസം പോലും ഇവിടെ വരാതിരുന്നിട്ടില്ല. ഒറ്റ ദിവസം പോലും ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. ബൈബിള് വായിക്കും തോറും എനിക്കങ്ങ് വായിക്കാൻ സമയം തികയാത്ത പോലെ ഞാൻ ഇപ്പോഴും ജോലിക്ക് പോയി. എനിക്ക് സമയം വായിക്കുന്ന വെളുപ്പിനെ 4 മണിയാകുമ്പോൾ എണ്ണിച്ച് എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് സമയം തികയാതെ ലാസ്റ്റാണ് ബൈബിള് വായിക്കുന്നത്. ബൈബിള് വായിച്ച് നല്ലതാ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അങ്ങ് സമയം പോലും പോകുന്ന അറിയാതെ ഞാൻ വായിക്കും. എന്നിട്ട് വായിച്ചിട്ട് സമയം പോയല്ലോ എന്നും പറഞ്ഞ് ഓടിപ്പരണ്ട് എണ്ണിച്ച് ജോലിക്കും പോകും. അങ്ങനെയാണ് എൻ്റെ ജീവിതം. പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മരുമോളും ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. പുള്ളിക്കാരി എണ്ണിച്ച് വരുന്നത് 5:30 ആകുമ്പോഴേ എണ്ണിച്ച് വരത്തുള്ളൂ. അതിനു മുമ്പേ ഞാൻ തുടങ്ങുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം എൻ്റെ മരുമോളും ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇരിക്കുവാണ്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാനും എൻ്റെ മരുമകളും കൂടെ ഞാൻ ചോറ് വെക്കാനൊന്നും കാണത്തില്ല, പൈസ കൊടുക്കാനേ കാണത്തുള്ളൂ. ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് പുള്ളിക്കാരിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ട് പൈസ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇടും. പുള്ളിക്കാരി തന്നെ ചെയ്തിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതി കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ഇന്നും ഒരു രോഗിയെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ രോഗികളെ കാണാൻ പോകും. എന്നെക്കൊണ്ട് കഴിയുന്ന എനിക്ക് കിട്ടുന്നതിൻ്റെ ദശാംശം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന ഞാൻ കാണുന്ന രോഗികൾക്കൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ സംഭാവന ചെയ്യാനും എനിക്ക് ഇച്ചിരി പൈസ, എനിക്ക് ജോലിയില്ലാതെ ഞാൻ 2 മാസം വീട്ടിൽ ഇരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച്, അമ്മേ എനിക്ക് നടന്നു പോയി ജോലി ചെയ്യത്തക്ക ഒരു വീട് എനിക്ക് കാണിച്ചു തരണേ അമ്മേ. എനിക്ക് ആദ്യം കിട്ടുന്ന ശമ്പളത്തിൻ്റെ ദശാംശം ഞാൻ അമ്മയ്ക്ക് ഈശോയുടെ നാമത്തിൽ ഇവിടെ സമർപ്പിച്ചേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടി. അതിൻ്റെ ദശാംശവും കൊണ്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ്. അതും എനിക്ക് കൊടുക്കണം. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി സ്തോത്രം സമർപ്പിക്കുന്നു.